ഇത് നമുക്ക് ബ്ലൂടൂത്ത് ഒന്നും സപ്പോർട്ട് ചെയ്യാത്ത നോർമൽ കാർ സ്റ്റീരിയോസ് നമുക്ക് ബ്ലൂടൂത്ത് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാക്കി വീട്ടിൽ എങ്ങനെ ഉപയോഗിക്കാൻ നോക്കിയാലോ. ആദ്യം നമുക്ക് ഇതിനകത്ത് പിന്നുകൾ പരിചയപ്പെടാം. ഇതിനകത്ത് കനം കൂടിയ 3 വയറുണ്ട്. അതായത് ഈ ചുവപ്പ്, മഞ്ഞ, ഈ കറുപ്പ്, ഇത് മൂന്നുമാണ് ഇതിൻ്റെ പവർ സപ്ലൈ വരുന്നത്. ഇതിനകത്ത് ഈ ഒരു മഞ്ഞയും ചുവപ്പൂടെ നമുക്ക് ഒരുമിച്ച് ജോയിൻ ചെയ്യാം. ഇതിപ്പോൾ നമ്മുടെ മ്യൂസിക് പ്ലെയറായിട്ട് പോകുന്ന പോസിറ്റീവ് കണക്ഷനാണ്. ഈ ഒരു ബ്ലാക്ക് ഇതിൻ്റെ നെഗറ്റീവ് കണക്ഷനും. ഈ വയർ ഞാൻ ഇതുപോലെ ഒരു 12 വോൾട്ടിൻ്റെ ഫീമെയിൽ സോക്കറ്റിലൂടെ കണക്ട് ചെയ്യുകയാണ്. പിന്നിൻ്റെ പോസിറ്റീവ് ലെഗിലോട്ട് നമ്മൾ ഈ ചുവപ്പും മഞ്ഞയും വയറും, അതുകൊണ്ട് പിന്നിൻ്റെ നെഗറ്റീവ് ലെഗിലോട്ട് നമ്മൾ ഈ ഒരു കറുത്ത വയറും സോൾവ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മ്യൂസിക് പ്ലെയറിനകത്തോട്ട് നമ്മൾ ബ്ലൂടൂത്തിൻ്റെ സപ്പോർട്ട് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് ഒരു ബ്ലൂടൂത്തിൻ്റെ മൊഡ്യൂൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു മൊഡ്യൂളിനകത്ത് നമുക്ക് USB മെമ്മറി കാർഡ്, അതുകൊണ്ട് AUX സപ്പോർട്ട്, അതുകൊണ്ട് വോളിയം കൺട്രോളുള്ള സ്വിച്ചുകൾ, അതുകൊണ്ട് മോഡ്, FM റേഡിയോ ഇതെല്ലാം സപ്പോർട്ട് ചെയ്യും. കൂടാതെ ഒരു LCD ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ബാക്കി കണക്ഷനൊക്കെ കൊടുക്കാം. ഇനി ഇത് ഒരു AUX കേബിൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പഴയ പൊട്ടിപ്പോയ ഹെഡ്സെറ്റിൻ്റെ കേബിളാണ്. ഈ ഒരു കേബിളിനകത്ത് നമുക്ക് 3 കളർ കോഡുള്ള വയർ കാണാൻ പറ്റും. ഇതിനകത്ത് ലെഫ്റ്റ് റൈറ്റ് വരുന്നത് ഇതിനകത്ത് ബ്ലൂവും റെഡും ആണ്. ഇതിനകത്ത് കോമൺ വരുന്നത് ഈ ഒരു ഗോൾഡും ആണ്. ഇപ്പോൾ ഈ ഒരു ബോർഡിനകത്ത് കണക്ട് ചെയ്യാൻ ആവശ്യമായിട്ട് ഇതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് റൈറ്റ്, ഗ്രൗണ്ട്, ലെഫ്റ്റ് എന്നാണ്ട് ഇവിടെ തന്നെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കണക്ഷൻ നോക്കി തന്നെ കൊടുക്കാം. ഇതിന്റെ ലെഫ്റ്റ് ലെഗിലോട്ട് ഞാൻ ഇതിനകത്ത് ബ്ലൂ വയർ കണക്ട് ചെയ്യുവാണ്. ഇനി ഗ്രൗണ്ടിലോട്ട് ഞാൻ ഇതിനകത്ത് ഗോൾഡ് വയറും കണക്ട് ചെയ്യുവാണ്. റൈറ്റിലോട്ട് ഞാൻ ഇതിന്റെ റെഡ് വയറും കണക്ട് ചെയ്യുവാണ്. അങ്ങനെ ഈ ഒരു ഓക്സ് കേബിൾ നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ പവർ സപ്ലൈ കൊടുക്കാം. പവർ സപ്ലൈ കൊടുക്കാനായിട്ട് നമുക്ക് ഇവിടെ 5 വോൾട്ടിന്റെ 2 ലെഗുകൾ വന്നിട്ടുണ്ട്. ഒന്ന് ഗ്രൗണ്ട്, ഒന്ന് പോസിറ്റീവ്. 5 വോൾട്ടിന്റെ പോസിറ്റീവ് ലൈൻ നമ്മൾ ആദ്യത്തെ ലെഗിലും 5 വോൾട്ടിന്റെ നെഗറ്റീവ് ലൈൻ നമ്മൾ രണ്ടാമത്തെ ലെഗിലും കണക്ട് ചെയ്തു. ഇനി 5 വോൾട്ട് ബോർഡിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ നമുക്ക് ഒരു മൈക്രോ USB ഫീമെയിൽ സോക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതിന്റെ നെഗറ്റീവ് ലൈനിലോട്ട് നമുക്ക് USB വരുന്ന നെഗറ്റീവ് ലൈനും പോസിറ്റീവ് ലെഗിലോട്ട് നമുക്ക് USB എന്ന് വരുന്ന പോസിറ്റീവ് ലൈനും കണക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു കണക്ടർ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. എൻ്റെ ഈ കണക്ടർ ഇരുന്നോടാണ് ഞാൻ കൊടുത്തത്. ഇനി നമുക്ക് ഈ മ്യൂസിക് പ്ലെയറിന്റെ പിന്നിനകത്ത് കണക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂൾ നമുക്ക് ഇങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ 2 സ്പീക്കർ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ സ്പീക്കർ നമുക്ക് ഇതിലോട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഈ കാണുന്നതാണ് ഇതിന്റെ സ്പീക്കർ വയറുകൾ. അപ്പോൾ ഇതിനകത്ത് സബ് വൂഫറിലോട്ട് അല്ലാതെ പോകുന്ന വയറെല്ലാം നമുക്ക് ഇതുകൊണ്ട് ഡയഗ്രത്തിൽ ഞാൻ കാണിച്ചേക്കാം. അപ്പോൾ ഇതുകൊണ്ട് ഓരോ കളറിലും 2 വയർ വെച്ച് കാണും. ഇതിനകത്തൊരു ബ്ലാക്ക് ലൈനുള്ള വയറായിരിക്കും ഇതിന്റെ പോസിറ്റീവ്, കളറൊന്നും ഇല്ലാത്തതിന്റെ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ പിരിച്ച് വെക്കുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നല്ലതായിട്ട് ഇൻസുലേഷൻ ഒക്കെ ചുറ്റി എടുക്കണം. ഞാൻ അടുത്ത സ്പീക്കറിലോട്ട് നമുക്ക് വയർ കണക്ട് ചെയ്യാം. അത് ഞാൻ ഈ വെള്ള വയറാണ് എടുക്കുന്നത്. അങ്ങനെ സ്പീക്കർ 2 ഞാൻ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ കണക്ഷൻ എല്ലാം കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ 2 അഡാപ്റ്റർ എടുത്തിട്ടുണ്ട്. ഇത് ഒരു 5 വോൾട്ടിന്റെ അഡാപ്റ്ററാണ്. ഇത് നമുക്ക് നമ്മുടെ ബ്ലൂടൂത്ത് മൊഡ്യൂളിലോട്ട് കൊടുക്കാം. ഇനി ഈ 12 വോൾട്ടിന്റെ അഡാപ്റ്റർ കണക്ഷൻ നമുക്ക് ഈ ഒരു മ്യൂസിക് പ്ലെയറിലോട്ട് കൊടുക്കാം. അത് നമുക്ക് ഈ ഒരു കണക്ഷൻ അങ്ങോട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പം മ്യൂസിക് പ്ലെയർ ഓൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ AUX പിൻ ഉണ്ടല്ലോ, AUX പിൻ നമുക്ക് ഈ ഒരു മ്യൂസിക് പ്ലെയറിന്റെ AUX പിന്നിലോട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, അതും കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മ്യൂസിക് പ്ലെയറിനകത്ത് സോഴ്സ് എന്നുള്ള ബട്ടൺ ആയിക്കൊണ്ട് ഇത് AUX ആക്കാം. ഓക്കെ, AUX ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫോൺ എടുത്തുകൊണ്ട് നമുക്ക് ഈ ബ്ലൂടൂത്ത് മൊഡ്യൂളായിട്ട് നമ്മുടെ ഫോൺ പെയർ ചെയ്യാം. ഇനി അതിനകത്തൊരു നോൺ കോപ്പിറൈറ്റ് മ്യൂസിക് പ്ലേ ചെയ്യാൻ പോവാണ്. ഓക്കെ, നമുക്കിതേ വോളിയം കൂട്ടാം. നല്ല സൗണ്ട് ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് നമ്മുടെ ബ്ലൂടൂത്ത് ഒന്നും സപ്പോർട്ട് ചെയ്യാത്ത കാർ സ്റ്റീരിയോ ബ്ലൂടൂത്ത് സപ്പോർട്ട് കൂട്ടി നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്.